ഹായ്, വെൽക്കം ടു സുദീപ് സുഡു. ഒരു ഓർഡറിലോട് അല്ലെങ്കിൽ നമുക്കൊരു അടിസ്ഥാനപരമായ ഒരു സ്റ്റഡീസ് ആകുമ്പോഴേ നമുക്കൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നോർമലി ഇതൊരു സിറ്റുവേഷനാണ്. നമുക്ക് സാധാരണ നമ്മുടെ ഇപ്പം നോർമലി നിങ്ങൾ സാധാരണ ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യാറ്, ഇപ്പം നമ്മുടെ നോർമൽ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഒരാളോട് പറയുന്ന ഒരു രീതി, ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന പ്രസന്റ് സിമ്പിൾ ടെൻസിലെ വെർബ് വണ്ണിന്റെ സിംഗുലറും പ്ലൂറലും ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമുക്കറിയാം എന്താണ് വെർബ് വൺ എന്ന്. അതിന്റെ സിംഗുലറും പ്ലൂറലും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു വാക്ക് വെർബ് വണ്ണിന്റെ പ്ലൂറൽ ഫോമാണ്. ഡ്രിങ്ക്സ് എന്നുള്ളൊരു വാക്ക് വെർബ് വണ്ണിന്റെ സിംഗുലർ ഫോമും ആണ്. രണ്ടിന്റെ മലയാള അർത്ഥം കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന രീതി. അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്ന ഈസ്, ആർ, ആം ഒക്കെ ഈസ് സിംഗുലർ ആണ്, ആം ആണ് എന്ന് പറയാൻ വേണ്ടി ഐയുടെ കൂടെ മാത്രം വരുന്നു, ആർ പ്ലൂറലായിട്ട് പ്ലൂറൽ ഫോമായിട്ട് വരുന്നു ആണ് എന്ന് പറയാൻ. അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാ സിംഗുലർ ഫോമാണ്, ഹാവ് പ്ലൂറൽ ഫോമാണ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ വരുന്ന വാക്കുകളൊക്കെയാണ് നമുക്ക് പ്രസന്റ് സിമ്പിളി വരുന്ന വെർബുകൾ. അപ്പൊ അത് ഉപയോഗിച്ച് പറയുന്ന ഒരു സിറ്റുവേഷനാണ് എ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ. നമ്മൾ സാധാരണ ഒരു ദിവസം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇത് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു വെർഷൻ ഓഫ് ഡേ ഇൻ യുവർ ലൈഫ് നിങ്ങൾ ഉണ്ടാക്കണം. ഇത് ഡേ നിങ്ങളുടെ ഒരു ഡേ എങ്ങനെയാണെന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഐ വേക്കപ്പ് എയർലി ഇൻ ദ മോർണിംഗ്. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാറുണ്ട് എന്നാണ് അർത്ഥം. വോക്കപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു. അത് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ അല്ലെങ്കിൽ പാസ്റ്റിലെ സിമ്പിൾ ടെൻസ് വരുമ്പോഴായിരിക്കും അതൊക്കെ നമ്മൾ പറയുന്ന കഴിഞ്ഞു പോയ ദിവസത്തിനെ പറ്റി. ഇത് സാധാരണ ദിവസം എങ്ങനെയാണെന്ന്. അപ്പം ഐ വേക്കപ്പ് എയർലി ഇൻ ദ മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കാറുണ്ട്. എയർലി എന്ന് പറഞ്ഞാൽ നേരത്തെ, മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ. ഓക്കെ, പിന്നെ ഇൻ എന്തിനുപയോഗിക്കുന്നു, ദാ എന്തുകൊണ്ട് വന്നു, അതൊക്കെ ആർട്ടിക്കിൾ പ്രിപ്പോസിഷന്റെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും. ഇൻ എന്തുകൊണ്ടാണ്, ദാ എന്തുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആർട്ടിക്കിൾ ക്ലാസ്സിൽ പ്രിപ്പോസിഷന്റെ ക്ലാസ്സുകളൊക്കെ നമുക്ക് വരും. ദെൻ ഐ ഗെറ്റ് റെഡി ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ലേറ്റർ, ഇങ്ങനെ കുറേ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട്, പിന്നീട് എന്നൊക്കെ പറയാൻ വേണ്ടി. അപ്പം ഞാൻ രാവിലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കാറുണ്ട്. ഐ വേക്കപ്പ് എയർലി ഇൻ ദ മോർണിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതാണ് ദെൻ ഐ ഗെറ്റ് റെഡി ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആകും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ആ ഹാവ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം. ഈറ്റ് ആണ് കറക്റ്റ് രീതി. പിന്നെ നമ്മളിപ്പോൾ ഹാവ് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഈറ്റ് ആണ് അതിന്റെ നോർമൽ ഫോം. ദെൻ ഐ ഗെറ്റ് റെഡി ആൻഡ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ നിങ്ങൾക്കത് പറയാം. ആഫ്റ്റർ ദാറ്റ്, അത് കഴിഞ്ഞിട്ട് ഐ ഡ്രൈവ് ടു മൈ ഓഫീസ് വിച്ച് ഇസ് അബൌട്ട് 25 കിലോമീറ്റേഴ്സ് അവേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദാറ്റ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കാർ ഓടിച്ച് പോകും. ഡ്രൈവ് എന്ന് പറയുമ്പം എന്തെങ്കിലും നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്നതിനാണ്, സ്റ്റിയർ ചെയ്ത് പോകുന്നതിനാണ്. അപ്പോൾ ഐ ഡ്രൈവ് ടു മൈ ഓഫീസ്, എൻ്റെ ഓഫീസിലേക്ക് വണ്ടി ഓടിച്ച് പോകും. വിച്ച് ഇസ് അബൌട്ട് 25 കിലോമീറ്റേഴ്സ് അവേ. ഏകദേശം 25 കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ ഓഫീസ്. ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിലേക്ക് വണ്ടി ഓടിച്ച് പോകും. ഓൺ മൺഡേയ്സ് ആൻഡ് സാറ്റർഡേയ്സ്, തിങ്കളാഴ്ചകളിലും. ഓൺ മൺഡേയ്സ് അല്ലെങ്കിൽ ഓൺ സൺഡേയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ചകളിൽ എന്നൊക്കെ പറയുന്ന ഒരു യൂസേജ് ആണ്. ഓൺ മൺഡേ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച, പക്ഷെ ഓൺ മൺഡേയ്സ് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചകളിൽ. ഓൺ സാറ്റർഡേ ശനിയാഴ്ച, ഓൺ സാറ്റർഡേയ്സ് ശനിയാഴ്ചകളിൽ, അങ്ങനെയാണ്. അപ്പോൾ ഓൺ മൺഡേ ആൻഡ് സാറ്റർഡേയ്സ് തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഐ ടേക്ക് ദ മെട്രോ ബിക്കോസ് ദ ട്രാഫിക് ഈസ് ഹെവി. ഞാൻ മെട്രോയിലാണ് പോകാറ്. ടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേക്ക് ദ മെട്രോ, മെട്രോ യാത്ര ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ടേക്കിന്റെ മീനിങ് അല്ല ഇവിടെ വരിക. ഇംഗ്ലീഷിൽ നമ്മൾ പല യൂസേജുകൾ ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ പല. ഇപ്പം ഐ ടേക്ക് ദ മെട്രോ, ഞാൻ മെട്രോയിൽ കയറി പോകാറുണ്ടെന്ന് ശനിയാഴ്ചകളിൽ. ബിക്കോസ് ദ ട്രാഫിക് ഈസ് ഹെവി, ഭയങ്കര ട്രാഫിക് ജാം ആയിരിക്കും, പോകാൻ പാടായിരിക്കും. സോ അങ്ങനെ പോകാറുണ്ട്. ഐ റീച്ച് മൈ ഓഫീസ് ബൈ 9 AM. ഞാൻ എൻ്റെ ഓഫീസിൽ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഓഫീസിൽ എത്തിച്ചേരും. ഐ റീച്ച് മൈ ഓഫീസ്, ഞാൻ എത്തിച്ചേരും. ഐ വർക്ക് അൺടിൽ 4 PM. ഞാൻ അത് കഴിഞ്ഞ് 4 മണി വരെ ഓഫീസിൽ ജോലി ചെയ്യും. അൺടിൽ 4 PM, 4 മണി വരെ. വൈകുന്നേരം PM ആണ്, 4 മണി വരെ ഞാൻ വർക്ക് ചെയ്യും. ആൻഡ് സംടൈംസ് സ്റ്റേ ആൻ എക്സ്ട്രാ അവർ ഇഫ് ഐ ഹാവ് പെൻഡിങ് വർക്ക്. ചില സമയങ്ങളിൽ, സംടൈംസ് പറഞ്ഞാൽ 50% ഒക്കെയാണ് ഫ്രീക്വൻസി. എന്ന് പറഞ്ഞാൽ ഒരു 10 വർക്കിംഗ് ഡേ ഉണ്ടെങ്കിൽ അതിന് ഒരു 5 വർക്കിംഗ് ഡേയിലൊക്കെ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ വരിക. ഒരു 50%. അതാണ് നമുക്ക് ഈ പറയുന്ന സംടൈംസ്. ആൻഡ് സംടൈംസ് ഐ സ്റ്റേ ആൻ എക്സ്ട്രാ അവർ ഇഫ് ഐ ഹാവ് പെൻഡിങ് വർക്ക്. ചില സമയങ്ങളിൽ എക്സ്ട്രാ വർക്ക്, പെൻഡിങ് വർക്കൊക്കെ, ഇങ്ങനെ തീരാത്ത വർക്ക്,
ഒക്കെ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കൂടെ കൂടുതൽ നിൽക്കും എക്സ്ട്രാ ഹവർ. റൈറ്റ് അവർ. ദെൻ ഐ ഡ്രൈവ് ബാക്ക് ഹോം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് വണ്ടി ഓടിച്ച് വരും. ദെൻ ഐ ഡ്രൈവ് ബാക്ക് ഹോം വിച്ച് ടേക്സ് ഓൾമോസ്റ്റ് an hour. ഏകദേശം 1 മണിക്കൂറാണ് വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് വരാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു സമയം. ദെൻ ഐ ഡ്രൈവ് ബാക്ക് ഹോം വിച്ച് ടേക്സ് ഓൾമോസ്റ്റ് an hour. വെൻ ഐ ഗെറ്റ് ഹോം, ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി കഴിയുമ്പോൾ ഐ ടേക്ക് എ ക്വിക്ക് നാപ്പ് ടു റിഫ്രഷ് മൈസെൽഫ്. ഞാൻ വീട്ടിലെത്തി കഴിയുമ്പം ഞാൻ ചെറിയൊരു നാപ്പ് എടുക്കാറുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി. നാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ചെറുതായിട്ട് കിടന്ന് ഉറങ്ങുന്നതിനാണ് നാപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്നുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടി ചെറിയൊരു മയക്കം. ആഫ്റ്റർ ദാറ്റ് ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ സമയം ചെലവഴിക്കും. ഐ ഈറ്റ് ഡിന്നർ അറൗണ്ട് 8 PM. ഞാൻ ഒരു 8 മണിയോടെയൊക്കെ ഡിന്നർ കഴിക്കാറുണ്ട്. ആൻഡ് ഐ ഗോ ടു ബെഡ് ബൈ 10 PM. ഞാൻ 8 മണിയോടൊക്കെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങാൻ പോകും. ദാറ്റ്സ് ഹൗ മൈ യൂഷ്വൽ ഡേ ഗോസ്. ഇതുപോലെയാണ് എൻ്റെ സാധാരണ ഒരു ദിവസം, യൂഷ്വൽ ഡേ, എൻ്റെ സാധാരണ ഒരു ദിവസം പോകുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഇത് ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരു ഡേ ഇൻ യുവർ ലൈഫ്, ഡേ ഇൻ മൈ ലൈഫാണ്. അതേസമയത്ത് നിങ്ങൾ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ then I reach my ഓഫീസിന് വരാം, then I go to college, അല്ലെങ്കിൽ then I go to school, then I attend classes. അത് കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. then I attend classes from 9 AM to evening 4 PM ആണെങ്കിൽ അങ്ങനെ തന്നെ 9 AM to 4 PM. After that I come back home, then I do my homework, then I study if there are any വർക്ക്സ് ഗീവൺ ബൈ ക്ലാസ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ആഡ് ചെയ്ത്, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അങ്ങനെ അത് മാറ്റുക. ഒരു ഹോം മേക്കർ ഒക്കെ ആയിട്ട്, ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ ഹൗസ് വൈഫ് എന്ന് പറയുന്നത് തെറ്റാണ്. വീട്ടിൽ നിന്ന് വീട് നോക്കുന്ന ആൾക്കാരെയാണ് ഹോം മേക്കർ എന്ന് പറയുന്നത്. ഹൗസ് വൈഫ് എന്നുള്ള ടൈമിന്റെ കറക്റ്റ് യൂസേജ് ആണ് ഹോം മേക്കർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ടേക്ക് കെയർ ഓഫ് തിങ്സ് അറ്റ് ഹോം, then I cook dinner, അല്ലെങ്കിൽ then I cook food, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സസുകൾ. ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ then I go for trips, I took up any trips if available എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ. അപ്പം വാട്ട് എവർ പ്രൊഫഷൻ യു ആർ ഡൂയിങ് അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങളുടെ ഒരു ഡേ ഇൻ യുവർ ലൈഫ് എങ്ങനെയാണോ, നിങ്ങളുടെ സാധാരണ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളത് ഇതിനകത്ത് നോക്കി പതുക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. സോ എല്ലാവരുടെയും നിങ്ങളുടെ സ്വന്തം വെർഷൻ ഓഫ് ഡേ ഇൻ മൈ ലൈഫാണ് നമുക്ക് ഇതിനുണ്ടാകേണ്ടത്. ഇതൊരു എക്സാമ്പിൾ മാത്രമായിട്ട് എടുത്തിട്ട് യു ക്രിയേറ്റ് യുവർ ഓൺ ഡേ ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.